നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്നു തന്നെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങൾ പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും പ്രയാസം അനുഭവിക്കപ്പെടുന്നവർക്ക് പരിശുദ്ധമായ ദീൻ നൽകിയ വളരെ വലിയ ഒരു ഓഫറാണ് അത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ചില പാവപ്പെട്ട സ്വഹാബത്ത് കടന്നു വരികയും ഞങ്ങൾ സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവപ്പെടുന്നവരാണ് എന്ന് നബി തങ്ങളോട് പറയുകയും ഞങ്ങളുടെ കൂടെയുള്ള സാമ്പത്തിക ശേഷിയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർഷാവർഷം ഹജ്ജും മാസാമാസം ഉംറയും ചെയ്ത് ധാരാളം നന്മകൾ കരസ്ഥമാക്കുന്നു എന്നും ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്കു ശേഷവും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹും 33 പ്രാവശ്യം അൽഹംദുലില്ലയും 33 പ്രാവശ്യം അല്ലാഹു അക്ബറും ചൊല്ലിയാൽ സാമ്പത്തിക ശേഷിയുള്ളവർ ഹജ്ജ് ചെയ്യുന്ന കൂലിയും അവർ സ്വതക്ക ചെയ്യുന്ന കൂലിയും അവർ ഉംറ ചെയ്യുന്ന കൂലിയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തിരുനബി പഠിപ്പിച്ചതായി നമുക്ക് ഹദീസുകളിൽ വായിക്കാൻ കഴിയും. പിന്നീട് മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, മൻ സല്ലൽ ഗദാത്ത ഫി ജമാഅത്തിൻ, ഒരാൾ ജമാഅത്തായി സുബഹി നമസ്കാരം നിർവഹിക്കുകയും എന്നിട്ട് ജമാഅത്തായി സുബഹി നിസ്കാരം നിസ്കരിച്ച അതേ സ്ഥലത്തു തന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരിക്കുകയും പിന്നീട് സൂര്യൻ ഉദിച്ചതിനു ശേഷം 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്താൽ അവനിക്ക് പരിപൂർണമായ ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലി ലഭിക്കും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ, പിന്നീട് പറയുന്നു താമ്മത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ, പൂർണ്ണമായ ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം അവന് ലഭിക്കും എന്ന് തിരുനബി പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. പിന്നീട് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഹജ്ജിൻ്റെ പ്രതിഫലം വിവരിക്കുന്ന മറ്റൊരു ഹദീസ്. ആരെങ്കിലും ഒരാൾ പള്ളിയിലേക്ക് വരികയും അവൻ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം അറിവ് പഠിക്കുക അല്ലെങ്കിൽ അറിവ് പഠിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ്. ആ ലക്ഷ്യത്തോടുകൂടെ രാവിലെയും വൈകുന്നേരവും ഒരാൾ പള്ളിയിലെത്തിയാൽ, അറിവ് നേടുക എന്ന ലക്ഷ്യത്തോടെ പള്ളിയിലെത്തിയാൽ അവനും ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും രാവിലെ എത്തിയാൽ പൂർണ്ണമായ ഉംറയുടെ പ്രതിഫലവും വൈകുന്നേരം ഇതേ ലക്ഷ്യത്തോടുകൂടെ പള്ളിയിലേക്ക് വന്നാൽ പൂർണ്ണമായ ഹജ്ജിൻ്റെ കൂലിയും അവന് ലഭിക്കും എന്ന് തിരുനബി പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, തൻ്റെ മുസ്ലിമായ ഒരു സഹോദരൻ്റെ ആവശ്യ നിർവഹണം വീട്ടിക്കൊടുക്കുക എന്നത് ഹജ്ജ് വീണ്ടും വീണ്ടും ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ ഖൈറാണ്, ഉത്തമമാണ് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ വീടുകളിൽ ഇരുന്ന് നമുക്ക് തന്നെ ധാരാളമായി നിസ്കാരങ്ങൾക്കു ശേഷം സുബ്ഹാനല്ലാഹും തക്ബീറും തഹ്മീദും വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ധാരാളമായി ഹജ്ജിൻ്റെയും ഉംറയുടെയും കൂലി നേടിയെടുക്കാൻ കഴിയും.